ഹായ് ഫ്രണ്ട്സ്, പുലാസാൻ നല്ല രീതിയിൽ കാമ്പോട് കൂടി വളരാനായിട്ട് നമ്മൾ ഇപ്പോഴേ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ പൂക്കുന്ന സമയമാണ്. പലരുടെയും പുലാസാൻ ഇപ്പോൾ നിറച്ച് പൂത്തിട്ടുണ്ടാവും. അഥവാ പൂത്തിട്ടില്ലെങ്കിൽ അത് പൂക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടിയിരിക്കുന്നു. ഇനിയിപ്പോൾ പൂത്ത് നിൽക്കുന്ന പുലാസാനാണെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും അതിന് പൂത്ത പൂക്കളെ പൊഴിയാതിരിക്കുവാനായിട്ട് സൂക്ഷ്മ മൂലകങ്ങൾ കൊടുക്കേണ്ടിയിരിക്കുന്നു. മാത്രമല്ല നല്ല രീതിയിൽ നന കൊടുക്കുകയും വേണം. രാവിലെയും വൈകുന്നേരവും നന കൊടുക്കണം. വെള്ളം ഒരുപാടാകേണ്ട കാര്യവുമില്ല. പലപ്പോഴും പലരുടെയും വീട്ടിൽ പുലാസാൻ കായ്ക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ഉള്ള് പേടായി പോകുന്നതായിട്ട് പറയപ്പെടുന്നുണ്ട്. അതിൻ്റെ പ്രധാന കാരണം നമ്മൾ ഇപ്പോഴേ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. പൂക്കുമ്പോൾ തന്നെ അതിന് വേണ്ട സൂക്ഷ്മ മൂലകങ്ങളും അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള നമ്മൾ ബോറോണിൻ്റെ ഡെഫിഷ്യൻസി പലപ്പോഴും നമ്മുടെ നാട്ടിലെ നമ്മുടെ കൃഷിയിടങ്ങളിലും ഉള്ളതൊന്നു തന്നെയാണ്. അതുകൊണ്ട് എക്സ്ട്രാ കുറച്ച് സൂക്ഷ്മ മൂലകങ്ങളുടെ കൂടാതെ ബോറോണും കൂടി കൊടുക്കണം. എന്നാൽ മാത്രമേ നല്ല കാമ്പോട് കൂടിയ നല്ല പുലാസാൻ നമുക്ക് കിട്ടൂ. റംബൂട്ടാൻ, പുലാസാൻ ഇതെല്ലാം ഒരേ ഫാമിലിയിൽ പെട്ടതാണ്. ബറാബ. റംബൂട്ടാൻ പൂത്തു വരുന്നതേ ഉള്ളൂ. പക്ഷേ പുലാസാൻ ഇപ്പോൾ ഓൾറെഡി മുഴുവൻ പൂത്ത് കാണും. അപ്പോൾ നല്ല രീതിയിൽ ചെടികൾ പൂക്കാനായിട്ട് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. പൂത്തതിന് ശേഷം കൊടുക്കേണ്ടതുണ്ട്. പൂക്കാനായിട്ട് നമ്മൾ കൊടുക്കേണ്ടത് എപ്പോഴും SPCയുടെ അമിനോ 20 നമ്മൾ പൂക്കേണ്ട സമയം ഈ സമയത്താണ് നമ്മൾ പുലാസാനാണെങ്കിലും അതുപോലെ തന്നെ റംബൂട്ടാനാണെങ്കിലും കൊടുക്കേണ്ടത്. ഇത് ഒരു 3 ml 1 ലിറ്റർ വെള്ളം എന്നുള്ള റേഷ്യോയിൽ ചെടികളിൽ നല്ല രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. 5 ml 1 ലിറ്റർ വെള്ളം എന്നുള്ള റേഷ്യോയിൽ ചെടിയുടെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യും. ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ചെടി നല്ല രീതിയിൽ പൂത്തിരിക്കും. പൂത്ത ശേഷം നമ്മൾ കൊടുക്കേണ്ടത് SPCയുടെ മൈക്രോ പ്ലസ്. ഇത് നമ്മൾ മൈക്രോ പ്ലസ് മാത്രം പോരാ, അതിൻ്റെ കൂടെ നമ്മൾ സീവീഡ് ജെല്ലും കൂടി കൊടുക്കണം. അപ്പോൾ ഇത് രണ്ടും കൂടി നമ്മൾ കൊടുത്ത ശേഷം 1.5 ഗ്രാം ഓൾ ബോർ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ചെടി മുഴുവനിലും സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. താങ്ക് യു.